ന്യൂ ഇയർ ആയിട്ട് എല്ലാവരുടെയും ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ. ഞങ്ങൾ ചെറിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയ കേക്ക് കൂടി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ ഈവനിങ് നേരെ പോയിട്ടുണ്ടായത് സർഗാലയിലേക്കാണ്. അതായത് വടകരയിലുള്ള സർഗാലയ ഇൻ്റർനാഷണൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ടാട്ടോ പോയിട്ടുണ്ടായത്. അങ്ങനെ ഇതൊരു 3:30 ഒക്കെ ആയപ്പോൾ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഡിസംബർ 23 ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത്. ജനുവരി 11 വരെ മാത്രമേ ഈ ഫെസ്റ്റിവൽ ഇവിടെ ഉണ്ടാവും. ഈ സർഗാലയിൽ പോയിട്ടുള്ളവർക്ക് ഏകദേശം ഇവിടുത്തെ സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവും. കുറേ ഡ്രസ്സിൻ്റെ സ്റ്റാളുണ്ട്, ലൈറ്റിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ ഈ മരത്തിനെ കൊണ്ട് ഉണ്ടാക്കിയ പല പല അടുക്കളയിൽ ഉപയോഗിക്കുന്ന പല പല സാധനങ്ങളുണ്ട്. പിന്നെ കുട്ടികൾക്ക് പറ്റിയ കുറേ ടോയ്സ് ഉണ്ട്. മുന്നത്തെ വർഷമൊക്കെ പോയിട്ടുള്ളവർക്ക് എന്തായാലും അറിയുന്നുണ്ടാവും ഏകദേശം ഇവിടെ എന്തൊക്കെ സ്റ്റാളുകളാണ് ഉണ്ടാകുക എന്നുള്ളത്. കഴിഞ്ഞ വർഷം പോലത്തെ തന്നെയാണ് കേട്ടോ ഇപ്രാവശ്യം ഉണ്ടായത്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും സ്റ്റാളുകളൊക്കെ കുറച്ചുകൂടി കുറവായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായത്. ഇവിടെ പിന്നെ പല രാജ്യങ്ങളിലുള്ള കുറേ സാധനങ്ങൾ ഞങ്ങൾക്ക് കാണാനും വാങ്ങിക്കാനും ഒക്കെ പറ്റും. ഇവിടത്തേക്കുള്ള ടിക്കറ്റ് റേറ്റ് വരുന്നത് അഡൾട്ടിന് 100 റുപ്പീസും കിഡ്സിന് 50 റുപ്പീസുമാണ് വരുന്നത്. അതുപോലെ തന്നെ പാർക്കിംഗ് ചാർജ് എക്സ്ട്രാ 30 റുപ്പീസ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ പല പല സാധനങ്ങൾ കാണാനും വാങ്ങിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ഫെസ്റ്റിവൽ ആരും മിസ്സാക്കണ്ട. ജനുവരി 11 വരെ മാത്രമേ ഈ ഒരു സംഭവം ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് മുന്നേ തന്നെ എല്ലാവരും പോകാൻ വേണ്ടി നോക്കുക. ഞങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നേരെ പോയത് അവരുടെ തന്നെ ഫുഡ് കോർട്ടിലേക്കാണ്. ഇത് പുതുതായിട്ട് വന്നതാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ വേറെ തന്നെ സെപ്പറേറ്റ് ഫുഡ് കോർട്ട് ഉണ്ടായിട്ടില്ല. ഇപ്രാവശ്യം കേട്ടോ ഇത് വന്നിട്ടുണ്ടായത്. അങ്ങനെ അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടിൻ്റെ ഒരു മിക്സ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ജ്യൂസ് പോലത്തെ സംഭവം. പിന്നെ അതുപോലെ തന്നെ സാഫ്രോണിൻ്റെ ഒരു റൈസ് പുഡിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുകൂടി കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായത് നമ്മുടെ തലശ്ശേരിയിലേക്കാണ്. ഏതായാലും ന്യൂ ഇയർ ഒക്കെയാണ്, കുറച്ച് സമയം കൂടി വൈബ് ചെയ്തിട്ട് പോകാൻ വിചാരിച്ചിട്ട് നേരെ തലശ്ശേരി കടൽപ്പാലത്തിലേക്കാട്ടോ വന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ മിൽമേലെ ചായ മസ്റ്റാണ്. അങ്ങനെ അവിടെ നിന്ന് ചായയും അതുപോലെ തന്നെ ഈ ഒരു കിഴങ്ങ് പൊരിച്ചയൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടാണ്. അങ്ങനെ ഞങ്ങളുടെ ഒരു ന്യൂ ഇയർ സെലിബ്രേഷൻ ഇങ്ങനെയൊക്കെ ആട്ടോ നടന്നത്. ഒരു കുഞ്ഞ് സെലിബ്രേഷൻ ആയിട്ടാണ് നടന്നത്. കുറച്ചൊന്ന് പുറത്തൊക്കെ കറങ്ങി ഒരു കുഞ്ഞ് കേക്കൊക്കെ കട്ട് ചെയ്ത് നല്ല ഹാപ്പി ആയിട്ടാട്ടോ പോയത്. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.